friends, week 15 video 32ലേക്ക് എല്ലാവർക്കും സ്വാഗതം. Friends, നിങ്ങൾ ഇതുവരെയും എൻ്റെ ഫ്രീ ലൈവ് സെഷൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ you are missing out. ഫ്രീ ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൺഡേയും മോർണിംഗ് 11 to 11:40 സൂമിലൂടെയാണ് ലൈവ് സെഷൻ. ലൈവ് സെഷനിൽ ഞാൻ ടോപ്പിക് സംബന്ധമായ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ടെൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്തായിരിക്കും? ടെൻസ് കംസ് ഫ്രം ലാറ്റിൻ വേർഡ് ടെംപസ്, which means time. ടെൻസിന്റെ അർത്ഥം ടൈം ആണ്. A verb indicates the time of an action, event or condition by changing its form. ഒരു വേർബിനെ കണ്ട് നമ്മൾക്ക് എങ്ങനെ ടൈമിനെ കുറിച്ച് ഐഡിയ കിട്ടും? അതിന്റെ ഫോം മാറുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ് നമ്മൾക്ക് വേർബിൽ നിന്ന് ടെൻസ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ അഫർമേറ്റീവ് റൂൾ നോക്കാം. സബ്ജക്ട് പ്ലസ് വാസ് ഓർ were പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ verb പ്ലസ് ing plus object. The past continuous tense is used to denote an action which was happening at a particular time in the past. Past continuous tense പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ കുറിച്ചാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അതായത് പാസ്റ്റിൽ ആ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സാമ്പിൾ, boys were playing cricket. She was cleaning the room. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വരും നമുക്ക് വെർബിന്റെ 4 ഫോംസ് മനസ്സിലാക്കാം. പ്രസന്റ് ഫോം അതായത് V1 ഫോം, പാസ്റ്റ് V2 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ V4 ഫോം. പ്ലേ, played, played, playing. Drive or drives, drove, driven, driving. Eat or eats, ate, eaten, eating. Go or goes, went, gone, going. പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസിന്റെ അഫർമേറ്റീവ് ഫോമിലെ കുറെ കൂടി എക്സാമ്പിൾസ് നോക്കാം. The sun was shining very bright that summer. As I spoke, the students were writing their answers. ഇവിടെ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണുന്നത്? Was shine plus ing, was shining, were writing. ഇവിടെ എന്തുകൊണ്ടാണ് was വന്നത്? sun എന്ന സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട്. എന്നാൽ സ്റ്റുഡൻസ് എന്ന സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ were എന്ന ഓക്സിലറി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും എന്റെ വീഡിയോ കണ്ടതിനാൽ നിങ്ങൾക്ക് ഈ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അതിനാൽ എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വളരെ ഹെൽപ്ഫുൾ ആയ വീഡിയോസ് ആയിരിക്കും ഞാൻ ഇനി ഉണ്ടാക്കുന്നത്. സോ യു ക്യാൻ സബ്സ്ക്രൈബ് മൈ ചാനൽ. വരും കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. The audience was applauding until the elephant stopped playing football. ഇവിടെ was applauding ആണ് past progressive tense. I was making lunch when he arrived. Was making. She was talking constantly in class last week. Was talking. The children were doing their homework when their father arrived home. Were doing. ഇനിയും നെഗറ്റീവ് ഫോം നോക്കാം. റൂൾ നോക്കാം. Subject plus was or were plus not plus first form of the verb plus ing plus object. Example, I wasn't running in the park when you sent me that message. They weren't watching TV when she got back from work. ഇവിടെ wasn't, was not ന്റെ short form ആണ്. Wasn't running. Were plus not weren't. Weren't watching. Subject മാറുമ്പോൾ എങ്ങനെയാണ് was അല്ലെങ്കിൽ were വരുന്നത് എന്ന് മനസ്സിലാക്കാം. I was. You were. He, she, it was. We, you, they were. I was not eating. You were not eating. He, she or it was not eating. We, you, they were not eating. ഇനി interrogative form നോക്കാം. Was or were plus subject plus first form of the verb plus ing plus object plus question mark. Was she going to the market? Was he doing his sums? Were they playing football? ഇവിടെ was or were സെന്റൻസിന്റെ തുടക്കത്തിലാണ്. കാരണം ഇവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇനി നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യന്റെ ഫോം നോക്കാം.
interrogative words IW plus was or were plus subject plus fourth form of the verb plus question mark. Fourth form എന്ന് വെച്ചാൽ V1 plus ing. Why were they playing cricket? When was he swimming? Why was she crying? ഇത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം ഇതിന്റെ ആൻസർ ഒരു ഡെഫിനറ്റ് ആൻസർ ആയിരിക്കും. അതിന് നമുക്ക് യെസ് ഓർ നോയിൽ ചുരുക്കാൻ പറ്റില്ല. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ് ബിഫോർ ദ മൂമെന്റ് ഓഫ് സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് pouring heavily at 6 o'clock this morning. Was pouring ആണ് ഇവിടെ past continuous tense. Express when two actions were going on simultaneously in the past. പാസ്റ്റിൽ രണ്ട് ആക്ഷൻസ് ഒരുമിച്ച് നടന്നപ്പോൾ നമ്മൾക്ക് past continuous tense ഉപയോഗിക്കാം. For example, while I was playing, my sister was studying. ഇവിടെ പ്ലേയിങ്ങും സ്റ്റഡിങ്ങും ഒരുമിച്ചാണ് നടന്നത്. To express parallel actions, രണ്ട് ഡിഫറെന്റ് ആൾക്കാർ ഒരേ സമയത്ത് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പാരലൽ ആക്ഷൻസ് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആക്ഷൻസ് എന്ന് പറയും. I was studying when my brother was playing. It is used to express about an interrupted action in the past. പാസ്റ്റിൽ നടന്നൊരു ആക്ഷൻ തടസ്സപ്പെട്ടപ്പോൾ നമ്മൾ past continuous tense ഉപയോഗിക്കും. They were waiting for the train when I called them. അവർ ട്രെയിനിനായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ആ ആക്ഷൻ അവിടെ ഇന്ററപ്റ്റ് ആവുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അടുത്ത ആക്ഷൻ ചെയ്തു. I called them. Some specific time as an interruption. ഒരു സ്പെസിഫിക് സമയത്ത് ഒരു ആക്ഷൻ തടസ്സപ്പെട്ടു. എക്സാമ്പിൾ, last night at 7 p.m. I was having my dinner. It is used to express about story background. ഇപ്പോൾ കഥ പറയുമ്പോൾ നമ്മൾ സാധാരണ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും പറയുന്നത്. While I was walking in the park yesterday. Was walking. Express emphasis. Emphasis എന്നാൽ ഊന്നി പറയുക. On length of action. ഒരു ആക്ഷൻ കുറെ നേരം നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, I was working in the garden the whole day. മുഴുവൻ ദിവസവും ആ ഒരു ലെങ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. It is used to express past habits. I was always playing once I returned from school. Was playing. It is used to express a series of parallel actions. രണ്ട് പാരലൽ ആക്ഷൻ മാത്രമല്ല, അതിൽ കൂടുതൽ പാരലൽ ആക്ഷൻസിനെ നമ്മൾക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാം. എക്സാമ്പിൾ, when I reached school, the school bell was ringing, the school assembly was going on, and my best friend was smiling at me. Was ringing, was going on, and was smiling. മൂന്ന് ആക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കീവേഡ്സ് അല്ലെങ്കിൽ ടൈം എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ സംബന്ധിച്ച് when, always, in those days, at that time, constantly, for hours, while, all morning. ഇതെല്ലാം ടൈം എക്സ്പ്രഷൻസ് ആണ്. ഇത് ഹിന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസിനെ കുറിച്ച്. ഈ കീ എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. I was drinking coffee when I got a phone call. ഇവിടെ when നമ്മളെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് സൂചിപ്പിക്കുന്നു. വരൂ, ഇവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ്, അതായത് പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ബേസ് ചെയ്ത് ഒരു ചെറിയ എക്സസൈസ് ചെയ്ത് നോക്കാം. അനിത ബ്ലാങ്ക് ഓഫ് ദ ladder while she blank the ceiling. ഇവിടെ fall, paint രണ്ട് വേർബ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് വേർബാണ് ആദ്യം വന്നത്. ആദ്യം fall ആണ് നടന്നത്, അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലായിരിക്കും. അങ്കിത fell off the ladder. എന്നിട്ട് while വരുമ്പോൾ നമ്മൾക്കറിയാം അത് കീ എക്സ്പ്രഷൻ ആണ്. while is used to express past continuous tense. അപ്പോൾ while she was painting the ceiling. So was painting ആണ് സെക്കൻഡ് ബ്ലാങ്കിലെ ആൻസർ. Last night I blank in bed when I suddenly ഒരു ബ്ലാങ്ക് ഉണ്ട് a scream. നമുക്ക് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർബ്സ് read, hear ആണ്. Last night I was reading in bed when I suddenly heard a scream. അപ്പോൾ ആദ്യം നടന്ന ആക്ഷൻ was reading. ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. So last night I was reading in bed when
I suddenly heard a scream. Jim was waiting for me when I arrived. When വരുമ്പോൾ when എന്ന കീവേഡ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ സെന്റൻസിന്റെ ഭാഗമാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. രണ്ടാമത്തെ ഭാഗം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. Maya was cleaning up the kitchen when Leo asked her to make tea. ഇവിടെ was cleaning ആദ്യം വരും. When എന്ന കീവേഡ് നമ്മൾക്ക് ഹിന്റ് തരുകയാണ്. ഇതില് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസിലും സെക്കൻഡ് പാർട്ട് സിമ്പിൾ പാസ്റ്റിലുമാണ്. The house cost $150,000 in 2013. The fire was still burning at 7 in the morning. Was still burning. My uncle got a new job a week ago. ഇവിടെ a week ago എന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് നമ്മൾക്ക് ഹിന്റ് തരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഈ ആക്ഷൻ ഓൾറെഡി പാസ്റ്റിൽ കഴിഞ്ഞു. Columbus discovered America over 500 years ago. Over 500 years ago. അത് നമുക്കൊരു ഹിന്റ് ആണ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡിസ്കവേർഡ് സെക്കൻഡ് ഫോം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് വെർബിന്റെ. സോ ഫ്രണ്ട്സ്, രണ്ട് ടെൻസസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നൗ ഇറ്റ്സ് ടൈം ഫോർ ദ പ്രാക്ടീസ് എക്സർസൈസ്.